തിരുവനന്തപുരം മംഗലപുരം ഇടവിളാകത്ത് 70 വയസ്സുള്ള അമ്മയെ മകൾ വീട്ടിൽ നിന്ന് പുറത്താക്കി. പോലീസും പഞ്ചായത്ത് പ്രസിഡന്റും നാട്ടുകാരും സ്ഥലത്തെത്തിയെങ്കിലും മകൾ വാതിൽ തുറക്കാൻ തയ്യാറായിട്ടില്ല. ഇന്ദുലേഖയാണ് ഈ രാത്രിയിലെ സങ്കടപ്പെടുത്തുന്ന ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കുന്നത്. ഇന്ദു, ഇത് എന്താണ് സംഭവിച്ചത്? നാട്ടുകാരൊക്കെ വന്നിട്ട് പോലും ഒന്ന് അലിയാനുള്ള ഭാവമില്ലേ മകൾക്ക്? ദിവിഷ്, മംഗലപുരം ഇടവിളാകത്താണ് ഈ 70 വയസ്സുള്ള അമ്മയെ മകൾ വീട്ടിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നത്. പോലീസും പഞ്ചായത്ത് പ്രസിഡന്റും നാട്ടുകാരും ഒക്കെ സ്ഥലത്തെത്തിയെങ്കിലും മകൾ വാതിൽ തുറക്കാൻ തയ്യാറായിട്ടില്ല. ഇങ്ങനെ ചെയ്തതിന് പിന്നിലെ കാരണം നാട്ടുകാർ പറയുന്നത്, അമ്മയെ ഉപദ്രവിച്ചതിന് ഈ പറയുന്ന മകളുടെ ഭർത്താവ് ലിജുവിനെ മംഗലപുരം പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇന്നാണ് അയാളെ റിമാൻഡ് ചെയ്തത്. ഇതിന് പിന്നാലെയാണ് മകൾ അമ്മയെ പുറത്താക്കി വാതിലടച്ചിരിക്കുന്നത്. വിവരം അറിഞ്ഞ ഉടൻ തന്നെ സംഭവ സ്ഥലത്തേക്ക് നാട്ടുകാരും പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ എത്തിയിരുന്നു. പക്ഷേ തുടരെ ഇവരെ വിളിച്ചിട്ടും ഇവർ വാതിൽ തുറക്കാൻ തയ്യാറായില്ല. അവസാനം പോലീസ് സ്ഥലത്തെത്തി. അങ്ങനെ വാതിൽ തുറന്ന് പുറത്തെത്തി ഇവർ പറഞ്ഞത്, എന്ത് സംഭവിച്ചാലും അമ്മയെ അകത്ത് കയറ്റാൻ തയ്യാറല്ല എന്നുള്ളതാണ്. ഈ പറയുന്ന അമ്മയുടെ അക്കൗണ്ടിൽ കിടക്കുന്ന പണവും അതുപോലെ തന്നെ ഒരു സഹോദരനുണ്ടായിരുന്നു, അയാള് അപകടത്തിൽ മരിച്ചതാണ്. അയാളുടെ ഇൻഷുറൻസ് തുക കിട്ടുന്നതിനും ഒക്കെ വേണ്ടിയാണ് അമ്മയെ ഇവർ ഉപദ്രവിച്ചുകൊണ്ടിരുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. 2 മക്കളാണ് അമ്മയ്ക്കുള്ളത്. 2 മക്കളിൽ മൂത്ത മകളാണിത്. നിരന്തരം ഉപദ്രവിക്കാറുണ്ടെന്നും ഇവരുടെ വസ്ത്രങ്ങൾ അഴിച്ചു കളയാറുണ്ടെന്നും അതുപോലെ തന്നെ മൂത്രം ദേഹത്ത് ഒഴിക്കാറുണ്ടെന്നും. വീട്ടിൽ കയറാൻ വന്നപ്പോഴത്തേക്ക് പെൺകുട്ടി ഇറങ്ങി തുറക്കാനായിട്ട് ഒരുങ്ങണ്. തുറന്നിട്ടവള് ഞാൻ അങ്ങ് അകത്താവും മുമ്പ് അവള് അടച്ച് പൂട്ടാനായിട്ട് പാവം. അങ്ങനെ ഞാൻ കേട്ട് നീ പൂട്ടാൻ ഒരുങ്ങണം എന്നും പറഞ്ഞ് ഞാനങ്ങ് വെടിയിൽ ചാടിക്കളഞ്ഞ്. തുണിയെടുക്കാനൊന്നും സമ്മതിച്ചില്ല. അവളുണ്ടായിരുന്നു മോള്. ഇന്നലെ കാലത്ത് ഈ ചെരുപ്പെടുത്ത് കാലിലിടണതിനകത്ത് 5 ഇടി ഇങ്ങനെ ഇടിച്ചു തന്നു. കൈതാ ഇങ്ങനെ മുട്ടി പിടിച്ചാണ് ഇടി. ഞാൻ നിലവിളിക്കണതല്ലാതെ എന്നെ കൊണ്ട് വല്ലതിനെ ഒക്കൂ. ഞാൻ നിലവിളിച്ച് എൻ്റെ പൊന്നെ എനിക്ക് വീട്ടിൽ കയറാൻ. രാത്രി അവർക്ക് ഡ്രസ്സ് വേണ്ടേ? നിങ്ങൾ എന്തായി പറയുന്നത്? പോലീസ് അവരുടെ സാധനങ്ങൾ എടുക്കണം. നിങ്ങളുടെ അമ്മയുടെ എന്താ രാത്രി എത്ര നേരമായിട്ട് പോലീസ് വിളിക്കുക? എത്ര നേരമായിട്ട്? ഇന്ദുലേഖ അമ്മയുടെ വാക്കുകൾ കേട്ടോ. ശാരീരികമായിട്ടൊക്കെ വല്ലായ്മകളുള്ള ഒരു അമ്മയാണ് പാവം. ആ മകൾ അമ്മയുടെ ഡ്രസ്സൊക്കെയാണോ സഞ്ചിയിലാക്കി കൊണ്ടുപോയി കൊടുക്കുന്നത്? ഇത്രയും ആളുകൾ കൂടിയിട്ട് പോലും ഒരു സ്വന്തം അമ്മയല്ലേ? അത് തന്നെയാണ് ദിവിഷ് ഏറെ വിഷമിപ്പിക്കുന്നതും അതുപോലെ തന്നെ ഗുരുതരമായിട്ടുള്ളൊരു ഇഷ്യൂ ആണ്. കാരണം ഇത്രയും പ്രായമായ സ്ത്രീയാണ്. ഇവർ നിരന്തരം ദേഹോപദ്രവം അടക്കം ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് 70 വയസ്സുണ്ട് സലീല എന്ന് പറയുന്ന ഈ അമ്മയ്ക്ക്. മകൾ സുജ, അവര് യാതൊരു വിധത്തിലും നാട്ടുകാരും അധികൃതരും ഒക്കെ ഇടപെട്ടിട്ടും അവര് ഒരു അനുനയ നീക്കത്തിനും തയ്യാറാകുന്നില്ല. താൽക്കാലമായിട്ട് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഒരു കെയർ ഓഫിൽ ഏതെങ്കിലും ഒരു വൃദ്ധസദനത്തിലേക്ക് അമ്മയെ മാറ്റാനാണ് തീരുമാനമെന്നാണ് നിലവിൽ വാർഡ് മെമ്പർ പറയുന്നത്. എന്തായാലും ഇവർക്കെതിരെ അന്വേഷണം ഉണ്ടാകും. അതുപോലെ തന്നെ നിലവിൽ പരാതിപ്പെടുന്നതിനനുസരിച്ച് പോലീസിന് വേറെ ഇടപെടലൊന്നും നടത്താൻ പറ്റിയില്ലേ? ഒന്നാമത് രാത്രിയാണ്. മനസ്സിലാക്കാൻ സാധിക്കുന്ന സംഭവ സ്ഥലത്തൊന്നും നിലവിൽ പോലീസ് മടങ്ങിയിട്ടുണ്ട്. എന്താണ് അടുത്ത നീക്കം, അല്ലെങ്കിൽ ഇവർക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നടപടി എടുക്കുമോ എന്ന് നിലവിൽ വ്യക്തമല്ല. പക്ഷേ നാട്ടുകാർ ഇടപെട്ടതുകൊണ്ടും അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ ഇടപെട്ടതുകൊണ്ടും ഇവർക്കെതിരെ കേസ് ഉണ്ടാകുമെന്നും അതുപോലെ തന്നെ നടപടി എടുക്കുമെന്നും തന്നെയാണ് നാട്ടുകാരുടെ അടക്കം പ്രതീക്ഷ. ദിവിഷ്, ശരി, എന്തായാലും സങ്കടകരമാണ്. 10-70 വയസ്സുള്ള ഒരു പ്രായം ചെന്ന അമ്മയെ ഈ രാത്രിയിൽ വീട്ടിൽ കയറ്റില്ല എന്ന് പറഞ്ഞ്, എന്തിൻ്റെ പേരിലാണെങ്കിലും വീട്ടിൽ കയറ്റില്ല എന്ന് പറഞ്ഞ് പുറത്താക്കുക. നാട്ടുകാരും എല്ലാവരും ഇത്രയും വന്ന് പറഞ്ഞിട്ട് പോലും കൂട്ടായി. എനിക്ക് തോന്നുന്നു ആ അമ്മയുടെ വാക്കുകൾ ഒരിക്കൽ കൂടി ഒന്ന് കേൾപ്പിക്കാം. വന്നപ്പോഴത്തേക്ക് പെൺകുട്ടി ഇറങ്ങി തുറക്കാനായിട്ട് ഒരുങ്ങണ്. തുറന്നിട്ടവള് ഞാൻ അങ്ങ് അകത്താവും മുമ്പ് അവള് അടച്ച് പൂട്ടാനായിട്ട് പാവം. അങ്ങനെ ഞാൻ കേട്ട് നീ പൂട്ടാൻ ഒരുങ്ങണം എന്നും പറഞ്ഞ് ഞാനങ്ങ് വെടിയിൽ ചാടിക്കളഞ്ഞ്. തുണിയെടുക്കാനൊന്നും സമ്മതിച്ചില്ല. അവളുണ്ടായിരുന്നു മോള്. ഇന്നലെ കാലത്ത് ഈ ചെരുപ്പെടുത്ത് കാലിലിടണതിനകത്ത് 5 ഇടി ഇങ്ങനെ ഇടിച്ചു തന്നു. കൈതാ ഇങ്ങനെ മുട്ടി പിടിച്ചാണ് ഇടി. ഞാൻ നിലവിളിക്കണതല്ലാതെ എന്നെ കൊണ്ട് വല്ലതിനെ ഒക്കൂ. ഞാൻ നിലവിളിച്ച് എൻ്റെ പൊന്നെ എനിക്ക് കഷ്ടമാണ്. എന്തായാലും പോലീസും ഒക്കെ എത്തിയിരുന്നു. പക്ഷേ നിലവിലത്തെ സാഹചര്യത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെയർ ഓഫിൽ ഒരു വൃദ്ധസദനത്തിലേക്ക് മാറ്റാനുള്ളൊരു ശ്രമം എന്നാണ്
അറിയുന്നത്. ഈ രാത്രിയിലൊക്കെ സ്വന്തം അമ്മയെ ഇങ്ങനെ വീട്ടിൽ നിന്ന് പുറത്താക്കണമെങ്കിൽ ആ സ്ത്രീയുടെ ഒരു മനസ്സെന്താണെന്ന് ആലോചിച്ചാൽ മതി. ഇതൊക്കെ കറങ്ങിത്തിരിഞ്ഞ് എല്ലാവർക്കും വരും.